ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? നമ്മളാണെങ്കിൽ മീൻസ് മൊബൈൽ ഫോൺ ഇല്ലാതെ ഇപ്പോൾ ഒരുപാട് സമയമൊക്കെ ഇരുന്നിട്ട് വർഷങ്ങളായി കാണും അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ലാൻഡിങ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാതെ കൂടുതൽ ആൾക്കാരും ഇരിക്കും. ഓക്കെ, പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ICUവിൽ ഒക്കെ ആകുമ്പോൾ ഇരിക്കും. പിന്നെ ചിലർക്ക് ചില ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ പറ്റത്തില്ല. ഓക്കെ, അല്ലാതെ നമ്മളൊരു നോർമലായിട്ടിരിക്കുന്ന ബോധത്തോടിരിക്കുന്ന എല്ലാ സമയത്തും ഒരു മൊബൈൽ ഫോൺ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ വെച്ചത് നമ്മൾ നോക്കാറുള്ളതൊരു പതിവാണ് കേട്ടോ. ഞങ്ങൾ ടൂർ പോയപ്പോഴേ നല്ല ടൂറായിരുന്നു, അടിപൊളിയായിരുന്നു. മീൻസ് ഒത്തിരി പേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഒരുപാട് വട്ടം കണ്ടതാണ്. എന്നാലും ഇങ്ങനെ കുട്ടികളെയും കൊണ്ടൊക്കെ കുട്ടികളുടെ കൂടെയൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും ആഗ്രഹം കാണും ഇങ്ങനെ പോകാൻ. അപ്പോൾ പിന്നെ നമ്മളും കൂടെ പോകാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരുമല്ലോ. അന്നേരം നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കാണിക്കാം, ഈ ഗ്രൂപ്പായിട്ട് പോവുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല പലരും കൂടി നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ മനസ്സിലാക്കാൻ പറ്റും, എന്ന് വെച്ചാൽ പലരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും. അന്നേരം ഞങ്ങൾ ഒരു സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്ത് ചെയ്യുന്നു. ഓക്കെ, അത് സ്ഥാപനമോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ നമുക്ക് അത്രയും സമയം അവിടെ കയറുമ്പം തൊട്ട് ഇറങ്ങുമ്പം വരെ നമുക്ക് മൊബൈൽ ഫോണ് കയ്യിൽ വെക്കാനേ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മണിക്കൂറുകളാകാം, ചിലപ്പോൾ മിനിറ്റ്സുകളാവാം, അത്രയും സമയം നമുക്ക് ഫോൺ നമ്മുടെ കൈ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞതെന്നറിയാമോ? അയ്യോ, എത്ര നാളായി ഇത്രയും സമയം മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് നോക്കാതിരുന്ന, ഒത്തിരി നാളായി കാണുമെന്ന്, ഇത്രയും സമയം മൊബൈൽ ഫോൺ കൈകൊണ്ട് തൊടാതിരുന്ന സമയം. നമ്മൾ നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പിൽ നന്നായിട്ട് ഉറങ്ങുമ്പം നമ്മൾ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയുക, അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ ഉള്ളൂ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ബോധത്തോടിരിക്കുന്ന എല്ലാ സമയത്തും നമ്മളൊരു ഫോൺ എടുത്തിരുന്നാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെച്ച് നോക്കും. കോൾ എല്ലാം വന്നിട്ടുണ്ടോ, സ്റ്റാറ്റസ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ, മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ടോ, വ്യൂസ് എത്രയായി, ആരൊക്കെ കണ്ടു, ഇതൊക്കെ നമ്മൾ നോക്കുക. മനുഷ്യ സഹജമാണ്. ഇല്ലെന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഞാനൊന്നും ചെയ്യാറേ ഇല്ല, ഇതൊക്കെ പ്രസംഗങ്ങളിലോ മീൻസ് അഡ്വൈസുകളിലൊക്കെ ഇതൊക്കെ പറയാനുള്ളൂ. പക്ഷേ എല്ലാവരും ഇതൊക്കെ നോക്കും, ആരും പറയത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇറങ്ങുന്നത് വരെ നമ്മുടെ ഈ ഫോൺ വെക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് ഒരുപാട് പ്രാവശ്യം പോയ സ്ഥലങ്ങളായതൊക്കെ കേട്ടോ. എൻ്റെ പപ്പ ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് പപ്പ പിള്ളേരെയും കൊണ്ട് പോകുന്ന സമയത്തെല്ലാം ഞാൻ കുട്ടിക്കാലം തൊട്ട് പോയ സ്ഥലങ്ങളായിരുന്നു. എന്നാലും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പം എനിക്ക് എൻ്റെ മോളുടെ കൂടെ എനിക്ക് പോകാൻ പറ്റി, അത് എനിക്ക് വലിയൊരു മോൻ്റെ കൂടെ ഒരുപാട് പ്രാവശ്യം പോയി. ഇപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കൂടെ പോകാൻ പറ്റുന്നു. അപ്പം നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം. അന്നേരം ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മുടെ അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റി ഒരുപാട് വർഷം. കാരണം അച്ഛൻ അധ്യാപകനായിട്ട് കുട്ടികളെ കൊണ്ട് പോകുമ്പോഴെല്ലാം നമ്മൾ കൂടെ പോകുമല്ലോ, അങ്ങനെ പോകാൻ പറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ മോൻ്റെ കുട്ടിക്കാലത്ത് മോൻ പോകുമ്പോഴെല്ലാം നമ്മൾ അവരുടെ കൂടെ പോകാൻ പറ്റും. ഇപ്പം മോൻ വളർന്നു, ഇപ്പം മോള് പോകുമ്പോൾ മോളും കുട്ടിയായതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെയും പോകാൻ പറ്റി. അതാണ് നമ്മുടെ ഭയങ്കര ഒരു ലക്കെന്ന് പറയുന്നത്. കാരണം കുട്ടികളെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വിടണമെന്നേ. കാരണം സ്കൂളിൽ നിന്നായാലും പള്ളിയിൽ നിന്നൊക്കെ ആയാലും നിങ്ങൾക്ക് എവിടെയാണോ ട്രസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ നമുക്ക് കുട്ടികളെയൊക്കെ വിടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വിടാതിരുന്ന അവരുടെ ഒരു ലൈഫിൽ എന്താ പറയുക, ആ ഒരു എൻജോയ്മെൻറ്റ് ഇല്ലാതാവുമല്ലേ. കാരണം എല്ലാം കുട്ടികൾ പഠിക്കണമെന്നേ. പിന്നെ നമ്മളില്ലാതെ സ്കൂളിൽ നിന്നൊന്നും പോകുമ്പോൾ പിന്നെ നമ്മൾ പോകാറില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെയും പോകാൻ പറ്റും. അതൊരു സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ കൂട്ടം കൂടി ഒരു ടൂറൊക്കെ പോകുന്ന ഒരു നല്ല ഒരു സംഭവം. പക്ഷെ അതെല്ലാവരും നമ്മൾ ഒരേ വൈബുള്ളവരായാൽ ഏറ്റവും നല്ലത്. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കേട്ടോ. അത്രയും സമയം ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുമെന്നുള്ളതിന് നല്ലൊരു എക്സ്പീരിയൻസ് ശരിക്കും ഉണ്ടായി. ഞങ്ങളത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേരത് പറഞ്ഞു കേട്ടോ. ഒരുപാട് നാളായാലും ഇത്രയും സമയം ഫോൺ തോണ്ടാതിരുന്നിട്ടെന്ന്. അതെ, കറക്റ്റാണ്, എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഈ ഒരു ടൂറും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. നമുക്കൊരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ഇടയ്ക്കൊരു ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു നല്ല എന്താ പറയുക, ആ ഒരു ദിവസങ്ങളിൽ നമുക്കൊരു നല്ലൊരു സന്തോഷവും കാര്യങ്ങളും കിട്ടും. പിന്നെ ചിലരുണ്ട് മറ്റു പലരുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അടിച്ചിങ്ങനെ ഇരിക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഈവൻ ഞാനായാലും അങ്ങനെ പലരും ഉണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നിടയ്ക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പോയിന്റിലേക്ക് വരുവാണ് കേട്ടോ.
ഇതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു സംഭവം കുറയ്ക്കാൻ വേണ്ടി വായനാശീലം നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടികളോട് നമുക്ക് പറയാം, മക്കളെ ദിവസം ഒരു 10 മിനിറ്റ് ഒരു ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റോറി ബുക്കോ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട്, അർത്ഥവത്തായ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരോട് നമുക്കത് വായിക്കാൻ പറയാൻ പറ്റും കേട്ടോ. അവരിൽ വായന വളർത്താൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഒരു ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയത്തിന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വായനയ്ക്കായിട്ട് നമ്മളവരെ മാറ്റി വെക്കാൻ പറഞ്ഞു നോക്കണം കേട്ടോ. വിജയിച്ചാൽ വിജയിച്ചു. ചില കുട്ടികളൊന്നും കേൾക്കത്തില്ല, എന്നാലും നമുക്ക് പലവട്ടം പറയുമ്പോൾ ചിലപ്പോൾ അവർ കേൾക്കുമെന്നേ. പിന്നെ വായിക്കുന്ന കുട്ടികളും കാണും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വായനാശീലം നമ്മൾ നിർത്തരുത് കേട്ടോ. കുട്ടികളോട് പറഞ്ഞ് ഒരു ഡെയിലി ഒരു 15 മിനിറ്റ് അല്ലെ 10 മിനിറ്റെങ്കിലും ന്യൂസ് പേപ്പറോ നല്ല നല്ല ബുക്സുകളോ വായിക്കാൻ നമ്മൾ ഇവരെ പ്രേരിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവർ പറയും, പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അത് പോരാ, അല്ലാതെ തന്നെ നമ്മൾ ഇവരിൽ വായനാശീലം വളർത്തണം കേട്ടോ. അത് നല്ലൊരു ക്യാരക്ടറാണ് ഈ വായനാശീലം എന്ന് പറയുന്നത്. അപ്പോൾ ശരിയെങ്കിൽ പിന്നെ കാണാമേ.